എല്ലാവർക്കും നമസ്കാരം. നവോത്ഥാന നായകരിൽ പ്രധാനിയായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയെപ്പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. അതിനു മുൻപേ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയായിട്ടുള്ള ആര്യ സമാജത്തെപ്പറ്റി നോക്കാം. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെയാണ്. ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ. ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875. 1875 സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒന്നാണ് ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വന്നാൽ ആര്യ സമാജമാണ് ഉത്തരം. ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്താണ്? കൃണ്വന്തോ വിശ്വം ആര്യം, അതായത് ലോകത്തെ മഹത്വപൂർണം ആക്കുക എന്നതാണ് ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം. ഇനി നമുക്ക് ദയാനന്ദ സരസ്വതിയെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. ദയാനന്ദ സരസ്വതിയുടെ ജന്മദേശം ഗുജറാത്തിലെ തങ്കാര എന്ന സ്ഥലത്താണ്. ഗുജറാത്തിലെ തങ്കാരയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദേശം. ദയാനന്ദ സരസ്വതി ജനിച്ച വർഷം 1824. 1824 സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചു. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നതാണ്. മൂൽ ശങ്കർ എന്നതാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്. മൂൽ ശങ്കർ. മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിന്റെ ഗുരു സ്വാമി വിർജാനന്ദ. സ്വാമി വിർജാനന്ദയാണ് മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിന്റെ ഗുരു. എന്താണ്? സ്വാമി വിർജാനന്ദ എന്ന ഗുരുവാണ് മൂൽ ശങ്കറിനെ ദയാനന്ദ സരസ്വതി എന്ന പേര് കൊടുത്ത് വിളിച്ചത്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നും അറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയതും ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതി. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകനും ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടതും ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. ഹരിദ്വാറിൽ കാംഗ്രി എന്ന ഗുരുകുലം സ്ഥാപിച്ചത് ആര്യ സമാജം എന്ന സംഘടനയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിട്ടുള്ള സ്വാമി ശ്രദ്ധാനന്ദയുടെ നേതൃത്വത്തിലാണ് ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ചത്. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാല ഹൻസ് രാജ് ആണ്. 1886 ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാല ഹൻസ് രാജ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിൽ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് രാമലിംഗ അടികൾ ആണ്. രാമലിംഗ അടികളെയാണ് തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജാതി വ്യവസ്ഥ
ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യത്വം തുടങ്ങിയവയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യത്വം തുടങ്ങിയവയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റാണെന്ന് വാദം മുന്നോട്ട് വയ്ക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റാണെന്ന വാദം മുന്നോട്ട് വയ്ക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതി സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ച വർഷം 1875. സത്യാർത്ഥ പ്രകാശം പ്രസിദ്ധീകരിച്ചത് 1875 ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദിയാണ്. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം, ആ കൃതി രചിച്ചത് ഹിന്ദി ഭാഷയിൽ ആണ്. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം. ദയാനന്ദ സരസ്വതിയുടെ പത്രം ആര്യപ്രകാശം. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. ദയാനന്ദ സരസ്വതി പശു സംരക്ഷണത്തിനായി 1882 ആരംഭിച്ച സംഘടനയാണ് ഗോരക്ഷണീ സഭ. ദയാനന്ദ സരസ്വതി പശു സംരക്ഷണത്തിന് 1882 ആരംഭിച്ച സംഘടനയാണ് ഗോരക്ഷണീ സഭ. വേദകൃതികളും തന്റെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് ദയാനന്ദ സരസ്വതി പരോപകാരിണീ സഭ ആരംഭിച്ച സ്ഥലം അജ്മീർ. വേദകൃതികളും തന്റെ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് ദയാനന്ദ സരസ്വതി പരോപകാരിണീ സഭ ആരംഭിച്ചത് അജ്മീറിൽ ആണ്. ദയാനന്ദ സരസ്വതി വേദ പഠനത്തിനായിട്ട് ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത് ഫറൂഖാബാദിലാണ്. ദയാനന്ദ സരസ്വതി വേദ പഠനത്തിനായിട്ട് ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത് ഫറൂഖാബാദ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ ആയിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. ദയാനന്ദ സരസ്വതി അന്തരിച്ച വർഷം 1883. 1883 സ്വാമി ദയാനന്ദ സരസ്വതി അന്തരിച്ചു. ജോധ്പൂർ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് ദയാനന്ദ സരസ്വതി. വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് സത്യാർത്ഥ പ്രകാശം, ഋഗ്വേദാഭിഷ്യ ഭൂമിക, ഗോകാരുണ്യനിധി. സത്യാർത്ഥ പ്രകാശം, ഋഗ്വേദാദി ഭാഷ്യ ഭൂമിക, ഗോകാരുണ്യനിധി എന്നതൊക്കെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ചിലത് മാത്രമാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഘടനയായിട്ടുള്ള ആര്യ സമാജത്തെ പറ്റിയും ഒക്കെയാണ് ഒന്ന് ഡീറ്റെയിലായി നോക്കിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.